പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 35-ാം ദിവസം. ജോയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും: രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളിച്ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറൂസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടുമ്പോൾ നാം ആനന്ദചിത്തരായി മാറും. ആത്മാവിൻ്റെ സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. അതിജീവനത്തിൻ്റെ അഭിഷേകം നമ്മൾക്കുണ്ടാകും. ദൈവമക്കളെന്ന പദവിയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരും. എല്ലാവരിലും ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകും. ജോയേൽ പ്രവാചകൻ കർത്താവിൻ്റെ അരുളപ്പാടുകൾ നമ്മളെ അറിയിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ഭാവമാറ്റങ്ങൾ പോലും വിവരിച്ചുകൊണ്ടാണ് ദൈവമക്കളുടെ സന്തോഷത്തെ പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നത്. എല്ലാ അഭിഷേകവും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉണ്ടാകും. ആ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണതയിൽ വർഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ നാമമാണ് ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാമം, യേശു എന്ന നാമം. ഈ നാമം ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് വെളിപ്പെടുത്തിയ നാമമാണ്. ഔസേപ്പിതാവിനോടും ഈ നാമം വെളിപ്പെടുത്തുന്നുണ്ട്. സ്വർഗം ഇട്ട പേരാണ് യേശു എന്ന നാമം. ഈ നാമത്തിൻ്റെ ശക്തിയാണ് അവസാന നാളുകളിൽ പൂർണ്ണമായും വെളിപ്പെടാൻ പോകുന്നത്. ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ലജ്ജിതരാവില്ല. ഈ നാമമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിൻ്റെ നാമമായി രൂപാന്തരപ്പെടുന്നത്. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായി തോന്നിയാലും ദൈവസന്നിധിയിൽ ഈ നാമം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കഷ്ടതയിലും സഹനങ്ങളിലും ഒറ്റപ്പെടലുകളിലും വേദനകളിലും രോഗങ്ങളിലും തകർച്ചകളിലും ആശയറ്റുപോയ നിമിഷങ്ങളിലും ഈ നാമം നമ്മൾ വിളിച്ച് അപേക്ഷിക്കണം. ഈ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടും.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം മാത്രമാണ് രക്ഷയുടെ അഭിഷേകം നൽകാൻ കഴിവുള്ളവൻ. തൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയ നാമമാണ് യേശുവിൻ്റെ നാമം. സകല വിമോചനത്തിൻ്റെയും സദ്വാർത്ത ഈ നാമം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും, അടിമത്തങ്ങളിൽ നിന്നും, എല്ലാ അനീതികളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ഏകനാമമാണ് യേശുവിൻ്റെ നാമം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പസ്തോലന്മാർ ഉദ്ഘോഷിച്ച നാമം ഈ നാമമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനം വീണ്ടും നമ്മളോട് പറഞ്ഞു തരുന്നു. സകല വിമോചനത്തിൻ്റെയും ഏകനാമമായ യേശുനാമം നാം വിളിച്ചപേക്ഷിക്കണം. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അന്ധനായ യാചകന്റെ നിലവിളിയുടെ ശബ്ദത്തിന് മുൻപിൽ നസ്രത്തുകാരനായ യേശു നിന്നു. അവനെ മോചിപ്പിച്ചു, സുഖപ്പെടുത്തി, കൂടെ കൂട്ടി. നാം ഈ നാമത്തിൻ്റെ യോഗ്യതയാൽ രക്ഷിക്കപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശക്തമായ നാമം പ്രാർത്ഥനയാക്കി നമുക്ക് ഉയർത്താം. നമുക്ക് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കാം. അവൻ്റെ നാമം അധരത്തിലും ഹൃദയത്തിലും നിറഞ്ഞു തുളുമ്പട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും അഭിഷേക സാന്ത്വനമായി നമുക്ക് അനുഭവപ്പെടട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹ സമൃദ്ധിയിൽ അഭിരമിക്കാൻ എന്നെ അനുവദിക്കണമേ. നിതാന്ത ജാഗ്രതയോടെ അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.